ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമെന്നല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണ്. ഇവിടെ എല്ലാവർക്കെല്ലാം സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ എന്ത് വിശേഷം? ഞങ്ങൾ ഇന്ന് റൊട്ടി ഉണ്ടാക്കിയ അരി റൊട്ടി, പുഴുങ്ങലരി, ഒരു ഗ്ലാസ് പുഴുങ്ങലരി, ഒരു പിടി പച്ചരി, അത് അരച്ചിട്ട് റൊട്ടി ഉണ്ടാക്കി. ഇങ്ങനെ പരട്ടിയിട്ട് നമ്മൾ പണ്ട് ഒറോട്ടി എന്ന് പറയുന്നില്ല, അതുപോലെ ഉണ്ടാക്കി. അതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെച്ചു, കറിയല്ല മസാല എല്ലാം ഇട്ടിട്ട് കോഴിക്കറി പോലെ അതുപോലെ വെച്ചത്. ഞാനിന്ന് കാസർഗോഡ് ഇല്ലപ്പം ഇനി തുമ്പ ಕೆಲಸ ಉಂಟು എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിയുണ്ട്. കർണാടകത്തിലാണ് ತುಂಬ ಕೆಲಸ ഉണ്ടു. അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടുതൽ ജോലിയുണ്ടോ അങ്ങനെയാണ് ചോദിക്കുന്നത്. അമ്മക്ക് പെൻഷൻ ഇല്ലേന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്കില്ല. അതെ, എനിക്കില്ല. ನನಗೆ നാളെ നീർച്ചാൽ ಹೋಗ್ಲಿಕ್ಕುಂಟು. എനിക്ക് നാളെ നീർച്ചാൽ പോകാനുണ്ട്. പെൻഷൻ്റെ ഇതെല്ലാം ശരിയാക്കാം. അപ്പോൾ 4 മണിക്ക് വാന്ന്, 4 ಗಂಟೆಗೆ ಬಾ ಹೇಳಿದೆ. 4 മണിക്ക് വാന്ന് പറഞ്ഞിനി. അപ്പോൾ തിരക്കില്ലല്ലോ, അപ്പോൾ റഷ് ഇರಲಿಕ್ಕಿಲ್ಲ. ഈ ഉണ്ടാവില്ല. ഇരലിക്കില്ല അറിഞ്ഞാൽ ഉണ്ടാവില്ല, തിരക്കുണ്ടാവില്ല. എന്തെല്ലോ കർണാടകത്തിൽ പറഞ്ഞു തരണമെന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു പറഞ്ഞു തരാൻ. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അമ്മ പറഞ്ഞ എനിക്ക് ലൂസ് എന്ന് പറഞ്ഞ ഭ്രാന്തെന്ന്. അമ്മക്ക് ഇനി ABCD അറിയില്ലല്ലോ. അപ്പം അമ്മ പറയുന്നു, നീ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന എനിക്ക് ലൂസ്. അയ്യോ, പിന്നെ ഞങ്ങളിപ്പോൾ കാപ്പി കുടിച്ചതാണ്. അതെനിക്ക് കാസർഗോഡ് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാസർഗോഡെല്ലാം പോയിട്ട് ഞാൻ 3:30ക്കാണ് പോയത്. പണിസ്ഥലത്തുനിന്ന് വേഗം ചോദിച്ചിട്ട് വന്നിട്ട് 3:30ക്ക് പോയിട്ട് 6 മണി 6:15 അമ്മേരെ ഫോണ് വിളിക്കുന്നു, എനിക്ക് വിശക്കുന്നു. അമ്മയ്ക്ക് പിന്നെ തിന്നോണ്ടേയിരിക്കണമല്ലോ. അങ്ങനെ വിശക്കുന്നു. വന്നതിലേ റൊട്ടിയുടെ മാവ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. റൊട്ടിയുടെ മാവ് ഫ്രിഡ്ജിൽ ഇട്ടിതറിഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റൊട്ടി മാടി റൊട്ടിയാക്കിയിട്ട് കൊടുത്തു. 3 റൊട്ടി തിന്നു. ഞാൻ 2 റൊട്ടിയെ തിന്നിട്ടു. അമ്മക്ക് ഭയങ്കര വിശപ്പാണ്. എന്തെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. ഞാൻ ഓരോരുത്തർ പറയലുണ്ട്, നിങ്ങളെ വയറ്റിൽ കോഴിയുണ്ടോ എന്ന്. വീട്ടിലേക്ക് പോയിട്ടില്ല. വീട്ടിൽ നിൽക്കാനും ഒരു അമ്മേനെ കിട്ടിയിട്ടുണ്ട്. കമല അറിഞ്ഞ ഒരു അമ്മേനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആരോഗ്യമെല്ലാം ഉണ്ട്, മെലിഞ്ഞിട്ട്. എന്നാലും നമ്മളെ വീട്ടിൽ നിൽക്കാനാ പറ്റും. പക്ഷേ 6,000 കൊടുക്കേണ്ടി വരും. 6,000 വലിയ പൈസ ഒന്നുമല്ല, നമുക്കത് കൂടുതലല്ലേ. ഇല്ലാത്തവർക്ക് അത് കൂടുതലാണ്. എന്നാലും വീടെല്ലാം ക്ലീനാക്കാനും മോന് ചോറും കറി വെച്ച് കൊടുക്കാനും ഒരാളല്ലേ വേണ്ടതെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ അവർക്ക് പ്രായമായതുകൊണ്ട്, കുറച്ച് മെലിഞ്ഞിട്ടായതുകൊണ്ട് ആരും ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു നല്ല കാര്യമല്ല. പിന്നെ ഞാൻ ഇവിടെ പള്ളിയില്ലേ, വലിയടുക്ക പള്ളിയിലടുത്തൊരു വീട് നോക്കിയിട്ടുണ്ട്, ആശ്രമത്തിൽ. അപ്പോൾ ആ വീട് നോക്കിയിട്ട് നാളെ നോക്കാൻ വേണ്ടി, ഇന്ന് സമയം ഉണ്ടായിട്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട്
വലിയ ബോർഡെല്ലാം വെച്ചിട്ട് ആകുമ്പോൾ അപ്പം അത്ര വരെ അവിടെ നിൽക്കട്ട് അതുവരെ അപ്പോൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാമല്ലോ. ഇങ്ങനെയുള്ള പ്ലാനിലുണ്ട്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ശ്രദ്ധിച്ചാൽ മതിയല്ലോ, രണ്ടാളാക്കിയാൽ. പിന്നെ വേറെ എന്തില്ല. ഓക്കെ, ബൈ ബൈ ബൈ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഉമ്മ.